ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് രുചികരമായ ഉള്ളിത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം കേട്ടോ. സവാള കൊണ്ടുള്ള തോരൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. വലുതെന്ന് പറഞ്ഞാൽ നല്ല വലിയ സവാളയാണ് കേട്ടോ. അപ്പോൾ ചെറിയ സവാളയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. 1-2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി 1-2 വെളുത്തുള്ളി മതി. ഞാനിപ്പോൾ ഇതിൽ കുറച്ചധികം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ട കേട്ടോ. ഇത്രയാകുമ്പോൾ വെളുത്തുള്ളിയുടെ മണം വല്ലാതെ വരുള്ളൂ. ഒരു ചെറിയ അല്ലി അല്ലെങ്കിൽ ഒരു 2 എണ്ണം അത്ര മതി. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയെടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയൊരളവിൽ ഇട്ടാൽ മതി. 1-2 മാത്രം കേട്ടോ. അത് ചെറിയ അല്ലിയെ ചേർക്കാവൂ. അതിങ്ങനെ ചതച്ചിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ എണ്ണ കടായിൽ ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. 1-2 ഉണക്കമുളക് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഈ നമ്മൾ എല്ലാം കൂടിയിട്ട് ഞെരടി വെച്ച് കഴിഞ്ഞാൽ ഈ സവാളയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്ന് വഴറ്റിയെടുക്കുക. ആ സവാളയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം, നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പാകത്തിനുള്ള വേവായിക്കോളും. ഇത് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. സവാളത്തോരൻ എപ്പോഴും ഒന്നിങ്ങനെ ക്രഞ്ചി ആയിട്ട് ഒരു പകുതി വേവിൽ ഇത് ഉണ്ടാക്കുകയാണ് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ ഒരു പകുതി വേവാവുന്ന വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഇത് കൂടുതൽ സോഫ്റ്റ് ആക്കരുത് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരമാണ് ചേർക്കേണ്ടത്. നാളികേരം 1-2 സ്പൂൺ നാളികേരം ചേർക്കുക. അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കുട്ടിയെ കുറച്ചൊക്കെ ചേർക്കാം. അതിന് പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ചേർക്കുക. ഉപ്പൊക്കെ ആദ്യം ചേർത്തതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല രുചികരമായ സവാള തോരൻ അല്ലെങ്കിൽ ഉള്ളിത്തോരൻ റെഡിയായി. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ല, അതായത് ഗ്രീൻ വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണ് കേട്ടോ. അത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്